നമസ്കാരം. വെട്ടൻ ന്യൂസ് പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. ചെമ്പ്രോട്ടം പാലത്തിനടുത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. തമിഴ്നാട് സ്വദേശിയും പൊന്നാനി നരിപ്പറമ്പ് വല്യപാടം സ്ഥിരതാമസക്കാരനുമായ സമീറാണ് മരണപ്പെട്ടത്. വീടിന് മുകളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ പുത്തംവീട്ടിലിന്റെ BP അങ്ങാടിയിലെ വീട്ടിലാണ് സംഭവം. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കോഡൂർ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ ഉദ്ഘാടനം ചെയ്തു. വൈലത്തൂർ തങ്ങൾ 9ാം ഉറൂസിന് വെള്ളിയാഴ്ച കൊടിയേറും. പരിപാടിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കും. ദേശീയ കൈക്കഴുകൽ ദിനത്തിന്റെ ഭാഗമായി ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് ബോധവൽക്കരണം സംഘടിപ്പിച്ചു. ഡോക്ടർ ഫൗസിയ ഷാനവാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. തിരൂർ ഉപജില്ലാ കലാമേള ലോഗോ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ പ്രകാശനം ചെയ്തു. നവംബർ 9 മുതൽ 12 വരെ കൂട്ടായി MMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് സംഘടിപ്പിക്കുന്നത്. വാർത്തകൾ വിശദമായി. ചെമ്പ്രോട്ടം പാലത്തിനടുത്ത് പുഴയിൽ ഒഴുക്കിൽപ്പെട്ടയാൾ മരിച്ചു. തമിഴ്നാട് സ്വദേശിയും പൊന്നാനി നരിപ്പറമ്പ് വല്യപാടം സ്ഥിരതാമസക്കാരുമായ സമീറാണ് മരണപ്പെട്ടത്. മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ചമ്പ്രോട്ടം പാലത്തിനടുത്താണ് തമിഴ്നാട് സ്വദേശിയും പൊന്നാനി നരിപ്പറമ്പ് വല്യപാടം സ്ഥിരതാമസക്കാരനുമായ സമീർ ഒഴുക്കിൽപ്പെട്ട് മരണപ്പെട്ടത്. പൊന്നാനി ഫയർഫോഴ്സും തിരൂർ ഫയർഫോഴ്സിന്റെ സ്ക്യൂബ ഡൈവേഴ്സും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം പൊന്നാനി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വെട്ടൻ ന്യൂസ് ചെമ്പ്രോട്ടം. വീടിന് മുകളിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചു. വീട്ടിലുണ്ടായിരുന്നവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. തിരൂരിലെ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ബഷീർ പുത്തംവീട്ടിലിന്റെ BP അങ്ങാടി ആലിൻചുവട്ടിലെ വീട്ടിലാണ് സംഭവം. രാത്രി 9:30യോടെയാണ് മിന്നൽ പ്രളയത്തിൽ ഇലക്ട്രിസിറ്റി മീറ്റർ, ഫാനുകൾ, മോട്ടോർ, സ്വിച്ച് ബോർഡുകൾ എന്നിവ കത്തി നശിച്ചത്. വീട്ടിലുണ്ടായിരുന്നവർ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അയൽപ്പക്കത്തെ ഇലക്ട്രീഷ്യൻ എത്തിയാണ് തീ അണച്ചത്. സംഭവത്തിൽ വീട്ടിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. വെട്ടൻ ന്യൂസ് തിരൂർ. മാലിന്യ നിർമ്മാർജ്ജന രംഗത്ത് കോഡൂർ പഞ്ചായത്ത് കൈവരിച്ച നേട്ടങ്ങളും പ്രവർത്തനങ്ങളും ഉയർത്തിക്കാട്ടി പഞ്ചായത്ത് വികസന സദസ്സ് സംഘടിപ്പിച്ചു. ഭരണസമിതിയുടെ 5 വർഷ കാലയളവിൽ പഞ്ചായത്തിലെ സമഗ്ര മേഖലയിലും ലഭ്യമായ ഫണ്ടുകൾ ഉപയോഗിച്ച് വികസന പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞതായി ഉദ്ഘാടന പ്രസംഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു. പഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അംഗം ഷിഹാബ് അരിക്കത്ത് അധ്യക്ഷത വഹിച്ചു. മാലിന്യ സംസ്കരണത്തിനായി പഞ്ചായത്തിൽ 3000 സ്ക്വയർ ഫീറ്റിലുള്ള MCFും 5 മിനി MCFുകളും സ്ഥാപിച്ചു. 23 ഹരിത കർമ്മസേന അംഗങ്ങളുടെ പ്രവർത്തന ഫലമായി 1426 ടൺ അജൈവ മാലിന്യങ്ങൾ ഓരോ വർഷവും പഞ്ചായത്തിൽ നിന്നും ശേഖരിച്ച് സംസ്കരണത്തിനായി കയറ്റി അയക്കുന്നത്. ഇതോടൊപ്പം പഞ്ചായത്തിന് കീഴിൽ കണ്ടെത്തിയ 54 അതിദരിദ്ര കുടുംബങ്ങൾക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകി പഞ്ചായത്തിനെ അതിദരിദ്രരില്ലാത്ത ഇടമാക്കി മാറ്റി. പാർശ്വവൽക്കരിക്കപ്പെട്ട വിധവകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തുന്നതിന് JRCയുടെ നേതൃത്വത്തിൽ ഉണരാം ഉയർത്താം എന്ന നൂതന പ്രൊജക്ട് ജില്ലാ കളക്ടറുടെ അനുമതിയോടെ നടപ്പാക്കുകയും ബോധവൽക്കരണ പ്രവർത്തനങ്ങൾക്കായി ഡോക്യുമെന്ററി ചിത്രീകരണവും പ്രദർശനവും നടത്തിവരികയാണ്. പഞ്ചായത്തിൽ സാന്ത്വന പരിചരണം ആവശ്യമുള്ള 250ഓളം രോഗികൾക്ക് 5 വർഷത്തിനുള്ളിൽ 30 ലക്ഷം രൂപയുടെ മരുന്നുകളും സേവനങ്ങളും ലഭ്യമാക്കി. പഞ്ചായത്തിന്റെ പശ്ചാത്തല സൗകര്യ വികസനത്തിനായി 10.38 കോടി രൂപ ചെലവഴിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് റാബിയ ചോലക്കൽ പറഞ്ഞു. ഗ്രാമപഞ്ചായത്തിന്റെ വികസനം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, റോഡും അല്ലെങ്കിൽ തോടും വെള്ളവും വെളിച്ചവും ഒക്കെയാണെങ്കിൽ കൂടി ഗ്രാമപഞ്ചായത്ത് സംബന്ധിച്ച് പ്രാദേശിക തലത്തിൽ പുതിയ ആശയങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ
അല്ലെങ്കിൽ പുതിയ തലമുറകളിൽ നിന്ന് പുതിയ ആശയങ്ങൾ ഉൾക്കൊള്ളിച്ച് ചർച്ച ചെയ്തുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മിഷൻ 500 എന്ന് പറയുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നമുക്കറിയാം, മലപ്പുറം ജില്ലയിൽ ഒരുപക്ഷെ കൊടൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രമാണ് നമ്മൾ +2 കഴിഞ്ഞ അല്ലെങ്കിൽ 10ാം ക്ലാസ് കഴിഞ്ഞ കുട്ടികൾക്ക് ഉപരിപഠനത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്കുള്ള പരിശീലന പരിപാടികൾ നൽകി അതിന് ഏകദേശം 200 പേർ കുട്ടികളെ നമ്മളതിൽ തയ്യാറാക്കി കൊടുത്തു എന്നുള്ളത്. ഇതൊക്കെ പുതിയതായിട്ടുള്ള ഒരു വഴിയൊരുക്കലാണ് എന്നുള്ളതാണ്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനങ്ങൾ അടങ്ങിയ വികസന രേഖ ചടങ്ങിൽ പ്രകാശനം ചെയ്തു. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ ആസിയ കുന്നത്ത്, ഫാത്തിമ വട്ടോളി, അംഗങ്ങളായ ഷാനവാസ്, ആസിഫ് മുട്ടിയാറക്കൽ, കടമ്പോട്ട് മുഹമ്മദ് അലി തുടങ്ങിയവർ സംസാരിച്ചു. പഞ്ചായത്ത് സെക്രട്ടറി രാകേഷ് മോഹൻ പരിപാടിയുടെ വിശദീകരണം നിർവഹിച്ചു. JD ജൂനിയർ സൂപ്രണ്ട് ഹേന റിപ്പോർട്ട് ക്രോഡീകരണം നടത്തി. അസിസ്റ്റന്റ് സെക്രട്ടറി B ബിന്ദു നന്ദിയും പറഞ്ഞു. വെട്ടന്യൂസ് മലപ്പുറം. കേരള മുസ്ലിം ജമാഅത്ത് നേതൃനിരയിലെ പ്രമുഖനായിരുന്ന വൈലത്തൂർ സെയ്ദ് യൂസുഫ് അൽ ജീലാനി തങ്ങളുടെ 9ാം ഉറൂസ് മുബാറക്കിന് ഒക്ടോബർ 17 വെള്ളിയാഴ്ച കൊടിയേറും. 3 ദിവസങ്ങളിലായി വൈലത്തൂർ നഴ്സറിപ്പടിയിലുള്ള മക്കാം പരിസരത്ത് നടക്കുന്ന പരിപാടിയിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൊടിയേറ്റം, സമൂഹ സിയാറത്ത്, പതാകജാഥ, അനുസ്മരണ സമ്മേളനം, ആത്മീയ സമ്മേളനം, സമാപന സമ്മേളനം, അന്നദാനം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. വെള്ളിയാഴ്ച വൈകുന്നേരം വൈലത്തൂർ ചിലവിൽ മക്കാം സിയാറത്തോടെ പരിപാടികൾ ആരംഭിക്കും. തുടർന്ന് ചിലവിൽ മക്കാമിൽ നിന്ന് വൈലത്തൂർ മക്കാമിലേക്ക് പതാകജാഥ നടത്തും. സമസ്ത സെക്രട്ടറിയും സ്വാഗത സംഘം ചെയർമാനുമായ പൊന്മളം അബ്ദുൽ ഖാദിർ മുസ്ലിയാർ പതാക ഉയർത്തും. സയ്യിദ് സീദിക്കോയ തങ്ങൾ ജാഥയ്ക്ക് നേതൃത്വം നൽകും. 2ാം ദിവസമായ ശനിയാഴ്ച ഖതമുൽ ഖുർആൻ മജ്ലിസ് നടക്കും. ഞായറാഴ്ച സമാപന സമ്മേളനം സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും. മന്ത്രി V അബ്ദുറഹിമാൻ മുഖ്യാതിഥിയായി പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളീയ മുസ്ലിം ആധ്യാത്മിക സരണിയിലെ പ്രഗത്ഭനും കേരള മുസ്ലിം ജമാഅത്ത് നേതൃനിരയിലെ പ്രമുഖനും ദുർബലരുടെയും പാവങ്ങളുടെയും ആലംബഹീനരുടെയും അത്താണിയും ആശാകേന്ദ്രവുമായിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് വൈലത്തൂർ യൂസുഫുൽ ജീലാനി തങ്ങളവറുകളുടെ 9ാം ഉറൂസ് മുബാറക്ക് മറ്റന്നാൾ വെള്ളിയാഴ്ച 17ാം തീയതി ആരംഭിക്കുകയാണ്. 3 ദിവസങ്ങളിലായി വൈലത്തൂർ തങ്ങൾപ്പടിയിലുള്ള മക്കാം പരിസരത്താണ് പരിപാടികൾ നടക്കുന്നത്. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഈ ഉറൂസിലെ മുഖ്യ അതിഥിയായി. വാർത്താസമ്മേളനത്തിൽ സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി, സയ്യിദ് സക്കരിയ ജീലാനി, അബ്ദുൽ ഖാദർ അഹ്സനി മമ്പീത്തി, അബ്ദുൽ നാസർ ഓമച്ചപ്പുഴ, ഡോക്ടർ അബ്ദുറഹിമാൻ സഖാഫി മീനടത്തൂർ, അഹമ്മദ് അബ്ദുള്ള സഖാഫി താന്നൂർ, മലായ മമ്മദു, കുഞ്ഞോൻ വൈലത്തൂർ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ടന്യൂസ് വൈലത്തൂർ. ഒക്ടോബർ 15 ദേശീയ കൈകഴുകൽ ദിനത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് തിരൂരിന്റെ പരിസര പ്രദേശങ്ങളിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പരിയാപുരം AMLP സ്കൂളിൽ കൈകഴുകലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും വീഡിയോ പ്രദർശനവും നടന്നു. ഡോക്ടർ ഫൗസിയ ഷാനവാസ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിലാണ് ദേശീയ കൈകഴുകൽ ദിനത്തിന്റെ ഭാഗമായി പരിയാപുരം AMLP സ്കൂളിൽ കൈകഴുകലിന്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികൾക്ക് കൈകഴുകലിന്റെ രീതികളെക്കുറിച്ച് ഡോക്ടർ ഫൗസിയ ഷാനഹാസ് പറഞ്ഞുകൊടുത്തു. കുട്ടികളിൽ പൂർണ്ണമായും കൈകഴുകൽ രീതി പരിശീലിപ്പിക്കുകയും ചെയ്തു. ഇത്തരം പരിപാടികൾ കുട്ടികൾക്ക് വളരെ ഉപകാരപ്രദമാണെന്ന് പ്രധാനാധ്യാപിക പ്രീതി M രാജ് പറഞ്ഞു. ഇന്ന് ഒക്ടോബർ 15 നാഷണൽ ഹാൻഡ് വാഷിംഗ് ഡേ ആണ്.
ഇതിൻ്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് ഡോക്ടർ ഡോക്ടർ ഷാനഹാസ് സ്കൂളിലെത്തുകയും കുട്ടികൾക്ക് വേണ്ട കൈകഴുകൽ എങ്ങനെ എന്നതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ ഒരു ക്ലാസ് എടുക്കുകയും വീഡിയോ പ്രദർശനം നടത്തുകയും ചെയ്തു. ഇതിൻ്റെ കുട്ടികൾക്ക് വ്യക്തമായ രീതിയിൽ ക്ലാസ് എങ്ങനെയാണെന്ന് മനസ്സിലാവുകയും ഇതുവരെ കൈകഴുകലിൽ നിന്ന് വ്യത്യസ്തമായി എങ്ങനെ വൃത്തിയായി കൈകഴുകാം എന്നതിനെക്കുറിച്ച് അവർക്ക് മനസ്സിലാവുകയും അത് കുട്ടികളിൽ വളരെയധികം അറിവ് നൽകുകയും ചെയ്തു. ചെറിയ മക്കൾക്ക് കൈ കഴുകുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ക്ലാസ്സായിരുന്നു ഞങ്ങൾക്ക് ഇതിൽ നിന്ന് ലഭിച്ചത്. തുടർന്ന് കൈകഴുകൽ ടെക്നിക്കുകളെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനവും നടന്നു. അധ്യാപകരായ സുധീവ്, ഇസ്മായിൽ രാജി ഫാറൂഖി, ചിഞ്ചു, ഫർഹാന റാഷിദ്, ഉമ്മു ഹബീബ, PTA പ്രസിഡന്റ് ജോഷ്ന പർവീൻ, ഡോക്ടർ ഷാനഹാസ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ തിരൂർ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ ഡെനിസ് പോൾ, സെക്രട്ടറി ഡോക്ടർ ഫാമിഷ, CDH പ്രതിനിധി അഖിൽ മഠത്തിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിപാടികൾ സംഘടിപ്പിച്ചത്. ന്യൂസ് ബ്യൂറോ, വെട്ടം. തിരൂർ ഉപജില്ലാ കലാമേള ലോഗോ പ്രകാശനം ചെയ്തു. നവംബർ 9 മുതൽ 12 വരെ കൂട്ടായി MMM ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് തിരൂർ ഉപജില്ലാ കലാമേള നടക്കുന്നത്. ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ ലോഗോ പ്രകാശനം ചെയ്തു. മംഗലം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ റംലക്ക് നൽകിക്കൊണ്ട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ RP ബാബുരാജൻ ഉപജില്ലാ കലാമേള ലോഗോ പ്രകാശനം നിർവഹിച്ചു. MMM ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ CK മുഹമ്മദ് കാസിം, NP ഫൈസൽ, വിവിധ സബ് കമ്മിറ്റി കൺവീനർമാരായ KT ശ്രീജേഷ്, P സാജൻ, EM ഷാനവാസ്, PP യൂനിസ്, പബ്ലിസിറ്റി കൺവീനർ PK മുഹമ്മദ് അയ്യൂബ്, ആബിദ തുടങ്ങിയവർ പങ്കെടുത്തു. വെട്ട ന്യൂസ്, തിരൂർ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.